നമസ്കാരം. നരേന്ദ്രമോദിയെ സൈഡാക്കി മാധ്യമങ്ങളിൽ നിറഞ്ഞ് മൊണാലിസ, ഫർമാൻ, കേരള സ്റ്റോറി. വർഗീയ വിദ്വേഷം തുപ്പി സംഘപരിവാരങ്ങളും സുഡാപ്പികളും. സ്റ്റാറായി പിണറായി സർക്കാരും CPM-ഉം കേരളവും. വാർത്ത വിശദമായി നോക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തിയ നരേന്ദ്രമോദി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തിയതിനെ കേരളം ഒറ്റക്കെട്ടായി നേരിട്ടതോടെ ദേശീയപാത വികസനത്തിനായി 5600 കോടി രൂപയും GSTയും ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും നൽകാത്ത വിധത്തിലുള്ള വൻ തുക ചെലവഴിച്ച കേരള സ്റ്റോറി ചർച്ചയാവുകയും അത് നരേന്ദ്രമോദിക്കും BJPക്കും അടിയാവുകയും ചെയ്ത വേദനയിൽ സംഘപരിവാരങ്ങൾ കിടന്ന് കരയുന്നതിനിടയിലാണ് മൊണാലിസയുടെ വരവ്. അതോടുകൂടി മോദി വന്നതിനേക്കാൾ പ്രാധാന്യം മൊണാലിസ വരവിന് മാധ്യമങ്ങൾ കൊടുത്തതോടെ പിന്നെ ചർച്ച മൊണാലിസയായി. 2025 പ്രയാഗ്രാജ് കുംഭമേളയ്ക്കിടെ രുദ്രാക്ഷമാലകൾ വിൽക്കുന്നതിനിടെ വൈറലായ പെൺകുട്ടിയാണ് മൊണാലിസ ഭോസ്ലെ. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസ കുംഭമേളയിൽ മാലകൾ വിൽക്കുന്നതിനിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ പകർത്തിയ വീഡിയോയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ആ മൊണാലിസയെ കാണുന്നത്. അവരുടെ പ്രത്യേകതയുള്ള കണ്ണുകളും ചിരിയും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറി. ഇപ്പോഴിതാ മൊണാലിസയുടെ വിവാഹത്തിന് കുടുംബം എതിർത്തതോടെ അഭയം തേടി ഗുജറാത്തിലോ UPയിലോ അല്ല മൊണാലിസ എത്തിയത്, കേരളത്തിലാണ്. പിണറായി വിജയന്റെ കേരളത്തിലാണ്, LDF ഭരിക്കുന്ന കേരളത്തിലാണ്. മൊണാലിസ ഭോസ്ലെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിഴിഞ്ഞം പൂവാറിൽ വെച്ച് നടന്നിരുന്നു. ഈ ചിത്രത്തിലെ തന്നെ നായകനായിരുന്ന ഫർമാൻ ഖാനുമായി മൊണാലിസ പ്രണയത്തിലാവുകയായിരുന്നു. വീട്ടുകാർ ഇത് എതിർത്തതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടിയെത്തിയത്. മൊണാലിസ ഭോസ്ലെയും യുവാവുമായുള്ള ബന്ധത്തോട് പിതാവ് അടക്കമുള്ള ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രണ്ടുപേരും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരിടം അത് കേരളമാണെന്ന് മൊണാലിസ യിലൂടെ രാജ്യം കണ്ട ദിനമാണ് കടന്നുപോയത്. കോൺഗ്രസ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊന്നുമല്ല മൊണാലിസ പോയത്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലേക്കാണ് വന്നതെന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിക്കാൻ സുരക്ഷിതമായ ഒരു ഇടമാണ് കേരളമെന്ന് മൊണാലിസയുടെ വിവാഹത്തിലൂടെ ഒരിക്കൽ കൂടി ദേശീയ മാധ്യമങ്ങൾ അടിവരയിട്ട് പറഞ്ഞ കാഴ്ച കൂടി നമ്മൾ ഇന്നലെ കണ്ടു. കേരളം നല്ല സ്ഥലമാണെന്നും ഇവിടെയുള്ളവർ നല്ല മനുഷ്യരാണെന്നും കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഭോസ്ലെയും പങ്കാളി ഫർമാനും പറഞ്ഞപ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ഇതാണ് കേരള സ്റ്റോറി. കേരള സ്റ്റോറി എന്ന പേരിൽ കള്ളക്കഥ പറയുന്ന സിനിമാക്കാരൊക്കെ ഇത് കണ്ടപ്പോൾ കണ്ടം വഴി ഓടിക്കാണുമെന്ന് പറയാതെ വയ്യ. അടിയേറ്റവർ ഇവരെ എങ്ങനെയാണ് ആക്രമിച്ചതെന്ന്, അതായത് സംഘപരിവാരങ്ങളും സുഡാപ്പികളും ഒക്കെ ഇവരെ എങ്ങനെയാണ് ആക്രമിച്ചതെന്ന് വഴിയെ പറയാം. പൂവാറിനടുത്ത് അരിമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. മഹാരാഷ്ട്ര സ്വദേശിയും നടനുമായ ഫർമാൻ ഖാൻ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള അരിമാനൂർ നൈനാൻ ദേവീക്ഷേത്രത്തിൽ വെച്ച് മേൽശാന്തി കണ്ണൻ പോറ്റിയുടെ കാർമ്മികത്വത്തിൽ താലി കെട്ടിയപ്പോൾ മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മണ്ണ് വേറെ എവിടെ കാണാനാകുമെന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികൾക്ക് ഉറക്കെ ചോദിക്കാനുള്ള അവസരം കൂടിയാണ് ഒരുങ്ങിയതെന്ന് പറയാതെ വയ്യ. ഒരേ ഒരു പേര്, ഒരൊറ്റ പേര്, കേരളം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. വിവാഹ ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും മന്ത്രി V ശിവൻകുട്ടിയും അതുപോലെ തന്നെ V ജോയും റഹീം MP-യും ഒക്കെ പങ്കെടുക്കുന്ന കാഴ്ച കൂടി നമ്മൾ അതിൽ കണ്ടു. ഒരൊറ്റ കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടില്ല കേട്ടോ. അതുകൂടി ഒന്ന് ഉറപ്പിച്ചു പറയുകയാണ്, ഒന്ന് കോട്ട് ചെയ്ത് പറയുകയാണ്. റഹീം ആ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ മൊണാലിസ ഫർഹാൻ വിവാഹത്തെ പറ്റി പറഞ്ഞത് കേരളം മാനവ സൗഹൃദത്തിന്റെ ഇടമാണെന്നാണ്. ഏത് മതത്തിൽപ്പെട്ടവരെയും വിവാഹം കഴിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. ഭരണഘടന നൽകുന്ന അവകാശമാണത്. എന്നാൽ അത് പലയിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം വിവാഹം സ്വർഗത്തിലാണ്, അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം എന്ന് കൂടി റഹീം പറഞ്ഞതോടെ ഇത് കേട്ടതും കണ്ടതും സംഘികൾക്ക് കുരുപൊട്ടി എന്ന് പറയാതെ വയ്യ. എന്താ ഈ കാണുന്നത്? മൊണാലിസയും ഫർഹാനും വിവാഹം കഴിച്ചത് ക്ഷേത്രമുറ്റത്തോ? ഫർഹാൻ മുസ്ലിം അല്ലേ? ഇത് ലവ് ജിഹാദ് അല്ലേ? പെണ്ണിന് പ്രായപൂർത്തിയായിട്ടില്ല, ഇത് പോക്സോ കേസാണ്. ഗോവിന്ദ മാഷിനെയും ശിവൻകുട്ടിയെയും ജോയിയെയും റഹീമിനെയും പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ തുടങ്ങി സംഘികൾ വർഗീയ വിദ്വേഷം തുപ്പിയും വർഗീയ വിഷം ചീറ്റിയും ഒക്കെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ആറാടിയ ദിനം കൂടിയാണ്. ഇതിന്റെയൊക്കെ ഫാക്ട് കൂടി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മേജർ രവി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് കാണാം. അദ്ദേഹം മുക്കിയിട്ടുണ്ട്. മുക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ആദ്യം ഒന്ന് നോക്കാം. നമസ്കാരം. അങ്ങനെ ഗോവിന്ദൻ സഖാവും കൂട്ടരും ഒരു ശൈശവ വിവാഹവും നടത്തിക്കൊടുത്തു. അവർക്ക് എന്ത് കോടതി? ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്ക് എന്നല്ലേ അവർ ഉദ്ദേശിച്ചത്? ശംഭോ മഹാദേവ, അഹങ്കാരത്തിന്റെ അൾട്ടിമേറ്റ് ഗെയ്സ്. അപ്പോ ശരി,
ജയ്ഹിന്ദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇയാളെ പോലെയൊക്കെയുള്ള വിവരദോഷികൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു അൾട്ടിമേറ്റ് ഒരു മൂത്ത സംഖ്യയാണെന്ന് പറയാതെ വയ്യ. എന്താണ് ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം, എന്താണ് റിയാലിറ്റി, ഇതൊന്നും അന്വേഷിക്കേണ്ട, പെട്ടെന്ന് അങ്ങ് പോസ്റ്റ് ഇടുകയാണ്. ഒരു വല്ലാത്ത കഷ്ടം തന്നെ. അറിയാമല്ലോ കർമ്മയോധയുടെ ഒക്കെ കഥ എങ്ങനെ വന്നതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കട്ടും മൂട്ടിച്ചും ഒക്കെ ഓരോന്ന് ചെയ്യണം ഇത്തരത്തിലുള്ള ചില തട്ടിക്കൂട്ട് രവിമാരെയൊക്കെ എന്താണ് പറയേണ്ടത്. പിന്നാലെ ഈ അൾട്ടിമേറ്റ് സംഘി ഈ പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. മുക്കാനിടയായ സാഹചര്യം കൂടി ഈ വാർത്ത മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് കാരണം. സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ സംഘികൾ മൊണാലിസയുടെ പേരിൽ വ്യാജ ആധാർ കാർഡ് അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് വിശ്വസിച്ചതാണ്. ഒപ്പം വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയതാണ് ഹേ എന്നൊക്കെ പറഞ്ഞ്, കുട്ടിയുടെ പ്രായം 17 ഹേ എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാരങ്ങൾ വാദിക്കുന്നുമുണ്ട്. ഇത് ശൈശവ വിവാഹമാക്കാനും പോക്സോ കേസാക്കാനും മുക്കി ചാണകം ഇടുന്നുണ്ടെങ്കിലും കുട്ടിക്ക് വയസ്സ് 18 എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. അതെങ്ങനെ നിനക്ക് ആ വിവരം കിട്ടി എന്നല്ലേ പറയാം. പൂവാർ പഞ്ചായത്തിൽ നിന്ന് മൊണാലിസയ്ക്കും മുഹമ്മദ് ഫർഹാനും കേസ്മാർട്ട് വഴി ലഭിച്ച വിവാഹ സർട്ടിഫിക്കറ്റിൽ ഇരുവരുടെയും പ്രായവും ജനന തീയതിയും വ്യക്തമായി കാണാൻ കഴിയും. ഇത് പ്രകാരം 2008 ജനുവരി 1 മൊണാലിസ ജനിച്ചത്. അതായത് ഇപ്പോൾ മൊണാലിസയുടെ പ്രായം 18 വയസ്സും 2 മാസവും. ഇന്ത്യൻ നിയമപ്രകാരം പെൺകുട്ടികളുടെ വിവാഹ പ്രായം 18 വയസ്സാകണമെന്നതിനാൽ മൊണാലിസയുടെയും ഫർഹാന്റെയും വിവാഹം പൂർണ്ണമായും നിയമപരമാണ്. 2008 കേരള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, അതായത് പൊതുചട്ടത്തിലെ 11(1) പ്രകാരമാണ് ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനായി ആരാധനാലയങ്ങളിൽ വിവാഹം നടന്നതിന്റെ സർട്ടിഫിക്കറ്റിന് പുറമെ വധൂവരന്മാരുടെ തിരിച്ചറിയൽ രേഖകളും പ്രായം തെളിയിക്കുന്ന രേഖകളും ഒപ്പം വേണം. ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് UP ഗുജറാത്തോ ഒന്നും അല്ല. ഇതൊക്കെ നോക്കി പരിശോധിച്ച ശേഷം മാത്രം ഇതൊക്കെ നടത്തി കൊടുക്കുകയുള്ളൂ. ഇവയെല്ലാം പരിശോധിച്ച് സാധുവാണെങ്കിൽ മാത്രമേ കേസ്മാർട്ടിൽ നിന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ. അത് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. സംഘികൾ മാത്രമാണ് ഇതങ്ങ് സമ്മതിച്ച് തരാത്തതുള്ളൂ. അപ്പോ പിന്നെ വയസ്സ് 17 പാടുള്ളൂ എന്ന് പറഞ്ഞ് വാദിക്കുകയും ഇത് പോക്സോ കേസ് ആക്കണമെന്ന് പറഞ്ഞ് വാദിക്കുകയും ചെയ്യുന്ന BJP സംഘപരിവാർ ടീംസിന്റെ ചൊറിച്ചൽ എന്താണെന്ന് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഫർഹാനാണ് പ്രശ്നം. മുഹമ്മദ് ഫർഹാനാണ് പ്രശ്നം. വിവാഹം ഹിന്ദു സെറ്റപ്പിൽ നടത്തിയതാണ് പ്രശ്നം. ഒരു കൂട്ടർക്ക് ഹിന്ദു സെറ്റപ്പിലാണ് നടത്തിയതെങ്കിൽ സുഡാപ്പികൾക്ക് ഇതെന്തുകൊണ്ട് മറ്റ് രീതിയിൽ നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നിട്ടുള്ളത്. വിഷം ചീറ്റുന്നതിൽ രാജു അമ്പാലയ്ക്ക് വിഷം കടം കൊടുക്കുന്ന ഞാൻ കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷവിത്തായിട്ടുള്ള ശശികല ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. സത്യത്തിൽ ഈ ശശികല ടീച്ചർ എന്നൊക്കെ പറഞ്ഞ കൊടുത്തിട്ടുള്ള ആ ടീച്ചർ എന്നുള്ള വാക്കൊന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ കൊടുക്കാനുള്ള ഒരു അർഹത താങ്കൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിം സ്ത്രീയെ ഒരു ഹിന്ദു ചാടിച്ചുകൊണ്ടു പോന്നാൽ വിവാഹത്തിന് ഈ കേരളത്തിൽ നിങ്ങൾ കാർമ്മികത്വം വഹിക്കുമോ സഖാക്കളെ? അവർ ഈ കേരളത്തിൽ സുരക്ഷിതരായിരിക്കുമോ? ഒരു ക്ഷേത്രം ഇടതുപക്ഷം ഭരിച്ചപ്പോൾ പയ്യനെപ്പറ്റി ഒരു അന്വേഷണവും കൂടാതെ അവിടെ കെട്ടു നടത്തി. നോക്കൂ, ഇതിലൊക്കെ ഒരു പൊളിറ്റിക്സ് ചേർക്കുന്ന ആ സ്ത്രീയുടെ ഒരു വൃത്തികെട്ട മനസ്സൊന്ന് മനസ്സിലാക്കൂ. പെൺകുട്ടികളുടെ ഹിന്ദുക്കളായ മാതാപിതാക്കളുടെ സമ്മതമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. അത് ക്ഷേത്രമാണ്, രജിസ്റ്റർ ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷനുമല്ല, പാർട്ടി ഓഫീസുമല്ല ഓടി വരുന്നവരെ കെട്ടിക്കാൻ. ഈ രക്തഹാരം പാർട്ടി ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും വായനശാലയിലോ വെച്ച് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ സഖാക്കളുടെ കുന്തളിപ്പ് കാരണം അത് അമ്പലത്തിൽ നടത്തണം എന്നാണ് പറയുന്നത്. അവിടെ ഈ അമ്പലത്തിന്റെ മുറ്റത്തും മറ്റുള്ളിടങ്ങളിലും ഒക്കെ ശാഖ നടത്തുന്ന പ്രശ്നമില്ല. ഇത് ഇങ്ങനെ നല്ലൊരു പ്രവൃത്തി നടത്തുന്നതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഇവരുടെയൊക്കെ മനസ്സ് ഒരിക്കലും നന്നാകാൻ അല്ലെങ്കിൽ അതൊന്നും ക്ലീൻ ആകാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ പറയുന്നു കാരണം അവരുടെ അപ്പന്റെ മുതലാണല്ലോ അമ്പലമെന്ന്. ആരുടെ അപ്പന്റെ മുതലൊന്നുമല്ല എന്നുള്ള കാര്യം ശശികലയെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശശികലയുടെ ചിലത്തെ ഡയലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ശശികലയുടെ അപ്പന്റെ വകയാണെന്ന് തോന്നുന്നു. അതൊക്കെ വെറും തോന്നല. രജിസ്റ്റർ ഓഫീസിൽ പോലും 1 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തു മാത്രമേ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അമ്പലത്തിൽ 2 ആൾ ഓടി വന്നാൽ വിവാഹം നടത്താൻ 3 മണിക്കൂർ പോലും വേണ്ടേ? ഇനി കേരള പോലീസിനോടാണ്, ഇത്തരത്തിലൊരു പാർട്ടി വന്നാൽ മാതാപിതാക്കളെ വിവരം അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? അവർ വിവാഹത്തെ എതിർത്താൽ മാത്രമേ നിങ്ങൾ നടത്തി കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ അവരെ വിളിച്ചറിയിക്കാത്തത് എന്തേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശശികലയുടെ ഒന്നും ചൊറിച്ചിലൊന്നും പെട്ടെന്ന് മാറാനുള്ള ഒരു സാധ്യത അറിയാലോ. ആ സ്ത്രീ ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ച് നടക്കുന്ന ഒരു ടീമുമാണ്. മറ്റേ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് ഈ ഒരു മുതല്. എന്തുവാട്ടെ, മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായിട്ടുള്ള മൊണാലിസ അവിടെ പോലും സുരക്ഷിതമല്ലെന്ന് വ്യക്തമായി വരച്ചു കാണിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ സുരക്ഷിതമായ ഒരിടത്തിന്റെ പേര് കേരളമാണെന്ന് വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ആ നാട്ടിൽ എന്താണ് അവസ്ഥ എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് തന്നെയൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോയില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോയില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പേര് കേരളം. സംഘികളും പ്രസംഗികളും ഇതൊക്കെ കണ്ടിട്ട്, സുഡാപ്പികളും ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് കേരളമാണ് എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.